ഒരു 100 കൊല്ലമായിട്ടില്ല. അതിനു മുമ്പ് ദേശക്ഷേത്രം രാജാക്കന്മാർ ഭരിക്കും, ഇന്നത്തെ സർക്കാർ എന്ന് പറഞ്ഞ പോലെ. ഇത് ഏത് ഇല്ലത്തിന്റെ കീഴിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ? ഇല്ല, ദേശക്ഷേത്രം, രാജാക്കന്മാർ ഭരിച്ച ക്ഷേത്രം. അങ്ങനെയാണ്. പിന്നീട് രാജ്യഭരണമൊക്കെ പോയി, രാജാക്കന്മാരും പോയി. അങ്ങനെ പിന്നെ ഇത് നോക്കി നടക്കാൻ ഒരു പൊതുവാൾ എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരനായിരുന്നു. അവര് കൈമെന്ന് സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു. പിന്നെ അങ്ങനെ കണക്ക് സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ? അതായത് കണ്ണത്താ ദൂരത്ത് 1 ലക്ഷം നെല്ല് വാരം വരാനുള്ള ദേവസ്വം. 1 ലക്ഷം നെല്ല് 10-1 പണ്ടത്തെ ഈ ജമ്മി കുടിയാൻ ബന്ധം. ക്ഷേത്രത്തിലെ ജമ്മി, മറ്റേ കുടിയൻ. അപ്പൊ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ പോയി. പിന്നെ ഞങ്ങളുടെ പൂർവികന്മാർ വന്നപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞ ശാന്തിക്കാര് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. കുറച്ചാൽ പൂട്ടിയിട്ട് പോയായിരുന്നു അല്ലേ? പൂട്ടിയിട്ടില്ല, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഒരു നേരം മാത്രം ഒരു നേരമായി പോയിരുന്നു തോന്നി നമുക്ക് ഇവിടെ. ഞങ്ങളുടെ മുത്തശ്ശൻ വന്നതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി ഇത് ചെയ്യാൻ മുത്തശ്ശൻ അന്ന് ദാരിദ്ര്യണ്ട്, നിത്യനൈവേദ്യത്തിന് തന്നെ വഴുകും. മുത്തശ്ശൻ പലരിക്കലും പോയി ഇങ്ങനെ നെല്ലും അത് ഇതെല്ലാം ഇങ്ങനെ എന്താ പറയാ യാചക തന്നെയാണ്. എന്നിട്ട് ഭഗവാൻ നിവേദിച്ചു. അതെ, അതായത് അദ്ദേഹം പോയിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയി ഭിക്ഷ എടുത്ത് ഭഗവാന് നിവേദനം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അനുഗ്രഹം ആ കുടുംബത്തിന് ഇപ്പം വന്നത്. അതെ, അപ്പൊ അന്ന് ഈ ധാരാളം സന്യാസിമാരുണ്ടോ? സന്യാസി എന്ന് പറഞ്ഞാല് ഗൃഹത്തിനൊക്കെ വയസ്സാകുമ്പോൾ പുറത്താക്കും. അതെ. അപ്പൊ അവരൊക്കെ ക്ഷേത്രം. പക്ഷെ കാശിയിൽ നിന്ന് പോലും ആളുടെ വന്നിട്ടുണ്ട്. ഈ നടയില് കൈലാസത്തുനിന്ന് ആളിടെ വന്നില്ലേ? നിങ്ങൾ കൈലാസത്ത് പോയില്ലേ? അപ്പൊ പിന്നെ കൈലാസത്തില് ഇവിടുത്തെ അനുഗ്രഹം ഒരിക്കലും സാധ്യമല്ല. മഹാദേവൻ എന്ന് പറഞ്ഞാൽ സർവ്വതും. അതെ, സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയല്ലേ? അതെ അതെ അതെ, ദേവദേവനല്ലേ? ഇത് കിണറ് അകത്ത് കിണറില്ലേ നിങ്ങൾക്ക്? ഉണ്ട്. അല്ലേ, അകത്ത് കിണർ. പുറത്ത് കിണറുണ്ടാ? പുറത്ത് അവിടെ ഒരു കിണറുണ്ട്. ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് മാസാണ്, ഏത് ഇതിലാണ്? ശിവരാത്രി. ഇപ്പം ഞങ്ങളിപ്പം ആചരിച്ചിരുന്ന ശിവരാത്രിക്ക് ഒരു ദിവസം ഉത്സവം തെടുമ്പുറത്തുണ്ടോ? പിന്നെ അത് കഴിഞ്ഞാല് താന്ത്രിക കർമ്മങ്ങള് ശ്രീഭൂത. അന്ന് ദ്രവ്യാഭിഷേകം ഉണ്ടാവും. ദ്രവ്യാഭിഷേകം. നിങ്ങൾ കേട്ടോളൂ, ഇങ്ങനെയെല്ലാം അപൂർവ ക്ഷേത്രങ്ങളിലേ ഇങ്ങനെയുള്ള ദ്രവ്യാഭിഷേകം ഒക്കെ ചെയ്യാറുള്ളൂ. അങ്ങനൊരു പവിത്രമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. ഭഗവാനോട് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടെന്ന് നമുക്ക് വേണ്ടി അദ്ദേഹം ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെന്താന്ന്, അതിന് തയ്യാറായിട്ടുള്ള ചെറുപ്പക്കാരോ ആൾക്കാരോ ഉണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറല്ലേ? ക്ഷേത്രത്തില് ഉത്സവ സമയത്ത് ഞങ്ങൾ ഈടെ എങ്ങനെ വെച്ചാല് ഈ ഭഗവാന്റെ ഒരു ഇത് പറയാം, നല്ല നിസ്വാർത്ഥമായ ഭക്തന്മാരുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ അവരെ ഇവിടെ വാഴിക്കൂ. അവര് വന്നതിനെ കാട്ടി സ്ത്രീയിൽ അങ്ങനെയാണ് അനുഭവം. ഞാൻ കമ്മിറ്റിയൊക്കെ ആക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചു. ആ കമ്മിറ്റി ഒന്നും നടന്നില്ല. പിന്നെ പലതരത്തില് നോക്കി, ഒന്നും നടന്നില്ല. ഇപ്പം ഭഗവാൻ ഇങ്ങനെ മതി. ഇപ്പൊ ഒന്നുണ്ട്, ഞങ്ങളിപ്പം ചെയ്യുന്ന ശമ്പളത്തിനോ അല്ലെങ്കിൽ വേറെ യാതൊരു വരുമാനം സത്യം ഈ നടയെന്നല്ലേ പറയുന്നത്, യാതൊരു വരുമാനം ആര് വന്നു ആര് പോയി ഇതൊന്നും ഞാൻ നോക്കാറില്ല. ഇത് എൻ്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ട എൻ്റെ ജന്മകൃത്യമാണ്. അങ്ങനെ അതുകൊണ്ട് ഇതിനൊരു വരുമാനം ഉണ്ടാവുന്നോ വരുമാനം ഉണ്ടാക്കാന്നോ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഭഗവാനെ സേവിക്കാം. അത് ഇനിയിപ്പോൾ ഇവിടെ കുറേ സഹസ്രനാമം ജപിക്കാം, അത് കഴിഞ്ഞാൽ ലളിതാ സഹസ്രം, അത് കഴിഞ്ഞാൽ അപ്പുറം പൂജ രുദ്രാഭിഷേകം ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും രുദ്രാഭിഷേകം ചെയ്യുന്നുണ്ട്. അതിപ്പോ രുദ്രം ഞാൻ ചെയ്യും, പിന്നെ മകളെ ഭർത്താവിന്റെ എല്ലാവരും ചെയ്യാൻ കഴിയുന്നവരാണ്. നിങ്ങള് പിന്നെ ഇത് നമ്പൂതിരി പരമ്പരയിലുള്ള ഇല്ലത്തിന്റെ പേരെന്താ? ഇല്ലത്തിന്റെ പേര് പെരികമന. എന്റെ ഒരു ഇളയച്ഛന്റെ മകൻ ശബരിമല മുൻ മേശാന്തിയായിരുന്നു, ശങ്കരൻ. അദ്ദേഹം ഇല്ല. ശങ്കരേട്ടൻ വന്നിട്ടുണ്ട് വീട്ടിൽ, തടിച്ച് കുമ്പയിലായിട്ട്. അതിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നെ കാണാൻ അദ്ദേഹം കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ തറവാട് കണ്ണൂരാണ്. കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ശബരിമല കിട്ടുന്ന മുമ്പിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വന്ന് കാണുമെന്നും പറഞ്ഞു. പക്ഷേ എന്താ പറയാ, പിന്നെ ഇങ്ങോട്ട് ഉദിച്ചിട്ടില്ല. പോയ പോക്കാന്ന്. അത് നല്ല തടിയായിരുന്നു. അപ്പൊ കാറിൽ അങ്ങനെ വന്ന് ഇറങ്ങി, എന്നിട്ട് ആരും ഭർത്ത അങ്ങനെ കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ നോക്കട്ടെ, അദ്ദേഹത്തിന്റെ ആ ഒരു കാരുണ്യം പോലെ നമ്മൾ ഉന്തിക്കൊണ്ടിരുന്ന പോലെ കൊണ്ടു. അദ്ദേഹം ഇപ്പൊ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിട്ടില്ല. സമാധിയായി. അദ്ദേഹം ഇവിടെ സമാധിയല്ല, എല്ലാം ഇപ്പൊ യോഗ സമാധിയല്ല. അതെ. അല്ല, എന്താ വെച്ചാല് അദ്ദേഹം ശബരിമലയെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. എന്നോട് ഞാൻ ഇങ്ങനെ ഹിമാലയത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം ആ സമയത്ത് എന്ന് വെച്ചാൽ വാരണാസിയിലായിരുന്നു ഉണ്ടായത്. ദീക്ഷ എടുത്ത സമയം കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഉന്നത സ്ഥലത്ത് നിങ്ങൾക്ക് പൂജ ചെയ്യാനുള്ളൊരു വഴി വരുന്നുണ്ട്, തുറന്നു വരുന്നുണ്ട്.
അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണും, ഉറപ്പാന്ന് വെച്ച്. ഉറപ്പാ. അന്ന് മുതൽ ഇന്ന് വരെ ആള് എത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇതൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ കൊടുത്ത പദവികളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ക്ഷേത്രമായിട്ട് ഒരു ബന്ധമില്ല. ഒരു നേരം പൂജ പോലും കഴിക്കാത്തൊരു വ്യക്തി. ഇന്ന് സങ്കടത്തോടുകൂടി പറയേണ്ടി വരും. ഭഗവാന് ഒരു കാലത്ത് അദ്ദേഹത്തിന് പേരും പ്രശസ്തിക്കും വേണ്ടി പിണറായി അമ്പലം എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ കർമ്മം അവിടെ എത്തണ്ടേ? കർമ്മം എത്തിയില്ല. എന്തായാലും നമ്മൾ എവിടെയോ കിടക്കുന്ന നമ്മൾ നിങ്ങളുടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ നിർബന്ധിക്കാണ്ട് എത്തില്ല. അല്ലാണ്ട് എത്തില്ല. അല്ല, എവിടെയോ കിടക്കുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വേഗ ക്ഷേത്രത്തിലാണ് കൊണ്ടുവരുന്നത് അദ്ദേഹം. അതെ, ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാന് ഇഷ്ടമുള്ളവർ മാത്രമേ ഭഗവാൻ ഇങ്ങോട്ട് വിളിക്കൂ. അതെ അതെ. അപ്പോഴേ നമുക്ക് വരാനും കഴിയുള്ളൂ. ഭഗവാന്റെ സന്നിധാനത്ത് എത്തണമെങ്കിൽ അവിടുന്ന് വിളിക്കണം. നമ്മൾ വരണമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. നമുക്ക് അവിടുത്തെ തീരുമാനം. ഞങ്ങളിപ്പോൾ എല്ലാം ഭഗവത് തീരുമാനം എന്താണ്, അതിൽ ഇത്തിരി ഞാൻ പോവാറുള്ളൂ. പിന്നെ ഇനി ഭാവിയിലൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം തകർന്നു പോയതും തകർക്കപ്പെട്ടതായിരിക്കും ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. അത് പുനർനിർമ്മാണത്തെ കൊണ്ടുവരിക. എന്താണെന്ന് അതിന് ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മയക്കുമരുന്നും എല്ലാ തെരുവത്തിലും തെമ്മാടത്തിലും മനുഷ്യന്മാർ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ പണ്ടത്തെ ആ ഭയഭക്തി ഇല്ല, വിശ്വാസവും ഇല്ല, ഭഗവാന്റെ വിശ്വാസവും ഇല്ല, സത്യവും ഇല്ല. ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയും വഴിതെറ്റാതെ ഇല്ല ഇപ്പോൾ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഇനിയും അവധത്തിലേക്കാ പോകാൻ പോകുന്നു. അതിനിടയിൽ നമുക്ക് പിടിച്ച് കൊണ്ട് നിർത്തണം. നമ്മുടെ നിങ്ങളെ പോലുള്ള പൂർവികന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഈ ആചാരം വെറുതെ കാണിച്ചു കൊടുക്കണ്ടേ? അതെ അല്ലേ? അത് സത്യമാണ്. അവരൊന്നും അന്ന് പ്രതിരോധത്തിന് വേണ്ടിയിട്ടല്ല, അന്ന് വെറും പടച്ചോറ് കൊണ്ട് ജീവിച്ച കുടുംബമുണ്ട് ഒരു ആൾക്കാർ. ഞങ്ങളൊക്കെ കൂട്ടത്തിൽ. പക്ഷെ അതുകൊണ്ട് ആ വിലയും വേദനയും ഒക്കെ അല്ലേ നിങ്ങളെ പൂർവികന്മാർ, നിങ്ങളെ അച്ഛനും വളരെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട വിലയും ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വിലയും നിങ്ങൾക്ക് നല്ലോണം അറിയാം. അതെ, എനിക്ക് ഭഗവാന്റെ ഇവിടുത്തെ കാര്യങ്ങൾ പറയത്തില്ല. എനിക്ക് സത്യമെന്ന വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കുളത്തിൻ്റെ നിർമ്മാണം ഒരു വ്യക്തി ഒരു 60,000 രൂപ തന്നിട്ട് എന്നോട് വന്ന് കുളം തുടങ്ങാമെന്ന്. അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു 60,000 രൂപ കൊണ്ട് എന്താ വലിയ കുളമാണ്. ആ കുളം നടത്തി ചരിയാലും വീണ് ഇങ്ങനെ ഈ വേനൽക്കാലത്ത് കുളിക്കാറില്ല, ചരി മാത്രമേ. അങ്ങനെ ശിവരാത്രി തന്ത്രിമാരോലും വന്നാൽ ഞാൻ തന്ത്രി കരുണാകരൻ എന്ന് പറഞ്ഞില്ലക്കാരാണ് തന്ത്രി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള ഒരാളായിരുന്നു അന്ന്. പലരും അന്ന് കുളത്തിങ്ങനെ വളരെ കുംഭമാസത്തിൽ വറ്റി വരേണ്ട സ്ഥലമാണ്. അദ്ദേഹം എന്നോട് വന്ന് അപ്പോൾ ചളി ഇങ്ങനെ മഞ്ഞപ്പാട കിട്ടിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒഴുക്കിട്ടവരാകുമ്പോൾ ഞാൻ ആ ചളിയൊക്കെ മാറ്റി നടക്കുന്ന കെട്ടാൻ സാധിച്ചു. ഒരു പ്രേരണ ചെയ്തൊക്കെ. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരാള് പറഞ്ഞു കുളം കെട്ടണം എന്ന് പറഞ്ഞു. ചോർച്ചയൊന്നുമില്ലല്ലോ എവിടെ മുകളിൽ? ഇതിലില്ല. ഇതൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ഇളയച്ചനായിട്ട് ആണ് ഇതെടുത്തത്. ഇപ്പൊ ആ ഭാഗത്ത് ഇപ്പൊ ഞാനിപ്പോ ഒരു 2-3 കൊല്ലം മുമ്പേ ആണ് ഈ തലപ്പള്ളി മുഴുവൻ ഇതുപോലെയായിരുന്നു, ഇങ്ങേപ്പുറത്തെ പോലെ. അതൊക്കെ പഠിപ്പിച്ച് ചുറ്റമ്പലത്തിന്റെ അവിടെ ചുറ്റും വരണം അല്ലെ, ബാക്കിയുള്ളത്. അപ്പൊ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറയാം, അത് ചെയ്യാനുള്ള ഏതെങ്കിലും ഭക്തനുണ്ടെങ്കിൽ ത്രേതായുഗ കാലഘട്ടത്തിലേ ഉള്ള ഒരു മഹാക്ഷേത്രമാണ്. ശ്രീരാമസ്വാമി തന്നെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നത്. അപ്പം ഇവിടെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ അല്ലേ കെട്ടാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നും സഹായന്മാരോ അല്ലെങ്കിൽ ഓടോ അല്ലെങ്കിൽ മറ്റുള്ള കല്ലോ നിങ്ങൾക്ക് എന്ത് സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമേനിയായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. അദ്ദേഹം അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരും. എന്ന് വെച്ചാൽ അതിനുള്ള വഴി ഒരുക്കി തരും. അപ്പം അതുകൊണ്ട് ഇപ്പം ഇല്ലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയും സമയം അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന പൈസയും പെൻഷനും അതെല്ലാം എടുത്തിട്ടാണ് ഇത്ര സമയം ചെയ്തത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിൻ്റെ കണ്ണടയുന്നതിനിടയിൽ ഇതെല്ലാം പൂർത്തിയാക്കി ഭഗവാനെ സുരക്ഷിതമായ കയ്യിലേക്ക് ഏൽപ്പിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരും ഒക്കെ തന്നെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പറ്റുന്ന ലെവലിൽ അധികം ചെയ്തതിന് ഒന്നും വേണ്ട, നിങ്ങൾ വെലുക്കല്ല് മാത്രം നോക്കിയാൽ മതി ഭഗവാന്റെ എത്രത്തോളം പവറുണ്ടെന്ന്. അത് ലിംഗമായിട്ടാണ് ഇവിടെ ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ നമ്മളെ ക്ഷണിച്ചിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഭഗവാൻ അതിനുള്ള വഴിയെല്ലാം ഒരുക്കി തന്നു. ഭഗവാൻ വന്നു, നീ ഇവിടെ വന്ന് ചെയ്യൂ, ഇത് വന്നിട്ട് കണ്ടിട്ട് നീ എന്ത് തീരുമാനിക്കുന്നു പറഞ്ഞു. അതും ചെയ്യണ്ട പോവാന്ന് ചോദിച്ച് ഞാൻ അദ്ദേഹം തന്നെ വലിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് തന്നെ ചെയ്യിപ്പിച്ചു. അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നാഗസാമഗ്രിയുള്ള മണ്ണാണ്. പിന്നെ നമുക്കറിയാലോ ഈ പെരുവിളശ്ശേരിയിൽ സുബ്രഹ്മണ്യനുള്ളതുകൊണ്ട് ഒരേ കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യ സ്വാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു സംഭവം തന്നെ. ഉണർവായി അല്ലേ? ശരിക്കും പിണറായി എന്നല്ല സ്ഥലം, ഉണർവായി എന്നാണ് ശരിക്കും. നിങ്ങൾ പിണറായി വിജയകുമാർ പേരിലെ കൂടി നിങ്ങൾ ഈ സ്ഥലം അറിഞ്ഞിട്ടുള്ളൂ അല്ലേ? നമ്മളെ മുഖ്യമന്ത്രിയുടെ പേരിലെ കൂടി മാത്രമേ നിങ്ങൾ ഈ സ്ഥലം പിണറായി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പിണറായി എത്രയോ സ്ഥലങ്ങൾ വരെയുണ്ട് അല്ലേ പേരില്ല, പക്ഷെ ആർക്കും അറിയില്ല.
പക്ഷെ ഉണർവായി എന്നാണ് ശരിക്കും ഈ സ്ഥലത്തിന്റെ പേര്. ലോപിച്ച് എല്ലാം കൂടി പിണറായിന്നായി മാറിയതാണ്. മനസ്സിലായ? അപ്പം ഇത് പേരോർത്തോളം അല്ലേ? പറഞ്ഞെന്നില്ല പറയണ്ട. അപ്പൊ കണ്ണൂരിൽ നിന്നുള്ള ശരിക്കും പേര് എന്തായിരുന്നു പണ്ട് കാലത്ത്? കണ്ണൂരിന്റെ പേര് കണ്ണന്റെ അന്നൊക്കെ ഈ പേരുകളൊക്കെ എങ്ങനെ ഒന്നും നോക്കാണ്ട് ഏതെങ്കിലും ഒരാളൊന്നും അങ്ങോട്ട് പറയും. ഏതെങ്കിലും ഒരു സരസനോ അല്ലെങ്കിൽ കുറച്ച് വിവരമുള്ള ആളോ ആ സ്ഥലത്തിന് പേരെങ്കിൽ പിന്നെ അതെല്ലാം ഏറ്റവും പാണ്ഡിത്യമുള്ളവനായിരിക്കും, അക്ഷര ശ്ലോകം ചൊല്ലുന്നവനായിരിക്കും, ഇനി അല്ലെങ്കിൽ വെറും സരസനായിരിക്കും, ഒന്നും അറിയാത്ത ഒരാളായിരിക്കും. ആ പേര് വിളിച്ചങ്ങനെ അതാണ് ഈ ചില സ്ഥലവും പേരുമായിട്ട് വളരെ വ്യത്യാസങ്ങളുള്ളത്. പണ്ടങ്ങനെയല്ല, പണ്ട് കുറച്ചും കൂടി രൂപിച്ച് നല്ല പേരാണ്. പിണറായി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ധാരാളം ആ ഏരിയ തന്നെ ഇപ്പം നമ്മൾ കണ്ണൂർ കക്കാട് എന്നെല്ലാം പറഞ്ഞ സ്ഥലം അല്ലേ, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഏരിയയിൽ തന്നെ പല പേരിലും. വിജയാറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരെയുള്ളൂ. മുഖ്യമന്ത്രിൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അങ്ങനെ കുളം തുടങ്ങി എല്ലാം കൂടി പല JCBക്കാരുടെ ഇപ്പം ആരും വരണ്ടേ. അവസാനം ഒരാൾ തയ്യാറായി, അയാൾക്ക് പൈസ 100 രൂപ അധികം അന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനും വിചാരിച്ചു 2 മണിക്കൂർ കൊണ്ടൊക്കെ ഉള്ള കരിയെല്ലാം മാറ്റിയിട്ട് അങ്ങനെ സൈഡാൻ കെട്ടിയിരുന്നു. പക്ഷെ ആ JCB കയറിയത് 12 ദിവസത്തിന് ശേഷം 8 മണിക്കൂർ 9 മണിക്കൂർ പണിയെടുത്തു. ചളി അങ്ങനെയാണ് ഈ സ്ഥലം. അതിപ്പോ ഒരു 6 മീറ്ററിന്റെ അത്രയേ ഉള്ളൂ. ഒരു 18 വരി കല്ല് എന്റെ ഇതാണ്. ഞാൻ നിങ്ങളെ പെട്ടെന്ന് ഒരു ലുക്ക് കടന്നു വരിക പുറത്തിനോട് നിന്നപ്പോ ഒന്നും കേൾക്കണ്ട. ഞാൻ മനസ്സിലാണ് കണ്ടത് വെച്ചാൽ ശങ്കരൻ നായർ നമ്മുടെ ഒരു ലുക്ക് ഞാൻ മനസ്സുകൊണ്ട് വെച്ചത്. അദ്ദേഹം അതിനോട് കൊടിയേരിയ വാർത്ത എന്നോട് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ഇല്ല ഉള്ളത് കൊടിയേരി വാർത്ത എഴുതി വന്നിട്ടാണ് എന്നോട് ഇല്ല പറഞ്ഞത്. എന്തോ പെരുമന അദ്ദേഹം അങ്ങനെ നമ്മളെ തറവാട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അദ്ദേഹം വന്നു. ഞാൻ പറഞ്ഞില്ലേ ശബരിമലയിലെ ഈ ഒരു ആവശ്യത്തിനായി വന്നതാണ്. അദ്ദേഹം ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു, അപേക്ഷ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന ഒരാളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണുമെന്ന് തോന്നുന്നത്, അതുകൊണ്ട് ചോദിച്ചാൽ തോന്നുന്നു. അപ്പോൾ കുട്ടി വന്ന ഒരു അമ്മയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ അദ്ദേഹം എന്തായാലും കാണാതെ പറയില്ല, ഉറപ്പാന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയാൽ കൊടുത്തിരുന്നു, എന്നെ കൊണ്ട് കിട്ടുന്ന ഒരു പങ്ക് ഞാൻ അടുപ്പിച്ചു, ഉറപ്പാണോ? എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളവിടെ ക്ഷേത്രം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, കണ്ണൂർ രാജരാജേശ്വരി എന്ന് പറയും. ശ്രീചക്ര മഹാമേരു പ്രത്യക്ഷമായി കാണിക്കുന്ന ഏക ക്ഷേത്രം കേരളത്തിൽ ഈ രാജരാജേശ്വരി മഹാമേരു, കുത്തനെയുള്ള മേരു. അത് നമ്മളെ കാളാകാട്ടിയിലത്തെ ശ്രീധരനമ്പൂരിന്റെ മരുവനുണ്ട്, മുരളീകൃഷ്ണൻ. അദ്ദേഹമാണ് കുന്നത്തെ ഇല്ലെന്ന് പറയും. കുന്നത്തെ അത് കാളകാണ്ട വരുമെന്നല്ല, കുന്നത്തെ എനിക്കറിയാം. അതെ അല്ലേ, ഇവരൊക്കെ അറിയാം. അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം രണ്ടാമത്തെ തന്ത്രിയായിട്ട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ തലപ്പറമ്പ് അദ്ദേഹം കുബേരൻ നമ്പൂരി, അദ്ദേഹമാണ് നമ്മളെ ഇല്ലത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം അതിന് രാജരാജേശ്വരിയായിട്ട് അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് അല്ല, അതിപ്പോ ശ്രീചക്രമായിട്ടാണ് വരുന്നത്. പിന്നെ കൗമാര്യമ്മൻ അഗ്നി ദുർഗയായിട്ടാണ് പിന്നെ കൗമാരി നവദുർഗപ്പെടുന്നതാണ്. പിന്നെ ഉള്ളത് ക്ഷേമാനന്ദനാഥൻ ശിവലിംഗമാണ്. വലിയൊരു ശിവലിംഗമാണ്. ഏകദേശം നമ്മൾ നിങ്ങളിരുന്ന അങ്ങ് അത്ര ആയിട്ടുണ്ടാവും. അത് പത്മപീഠത്തിൽ തന്നെ ഇരുന്നിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. നാഗഭക്ഷണത്തോട് ശിവലിംഗം തന്നെ ആയിട്ട് നാഗമായിട്ടും നാഗഭക്തിയോടുകൂടിയാണ് ഉദ്ദേശിച്ചത്. ഇല്ലാത്ത ഒരു സംഭവമാണ്. അതെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളെ കാണാനും നിർത്താനും ഭഗവാന്റെ ഭക്തന്മാർ. ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാല് പല ട്യൂബ് ചാനലുകാരുണ്ട്, ഞാൻ അവരെ അവഗണിക്കാറാണ്. ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടി ഉണ്ടാവും, 2-3 ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസ്. ഞാൻ ഇതൊന്നും ഇടാൻ നിഷിദ്ധമാണ്, ഞാനിതൊന്നും അനുവദിക്കല്ല. അതുകൊണ്ടാണ് യൂട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ അഗോരിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ നോക്കിയപ്പോൾ വേണ്ടത് തന്നെയല്ലേ. നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും ജയിച്ചിട്ടില്ല. സൂപ്പർ പവർ ക്ഷേത്രത്തിൽ, അതായത് പൂർവികന്മാർ അത്ര നെഞ്ച് പൊട്ടി വിളിച്ച അത്ര സേവിച്ച നെഞ്ച് പൊട്ടി സേവിച്ച ക്ഷേത്രങ്ങൾ അനേകം ക്ഷേത്രങ്ങൾ.
അവസാനം നമ്മളെ പിന്നെ ഇതിൽ കണ്ട പോലെ നിർമ്മാല്യത്തിൽ കണ്ട പോലെ കറക്കി തുപ്പി പോയ ക്ഷേത്രം അല്ല ഞാൻ പറഞ്ഞത്. ഭഗവാൻ തരും നമ്മുടെ സുഖദുഃഖങ്ങളും നമ്മളെ ലാഭനഷ്ടങ്ങളും ഭഗവാൻ ഇതിലൊന്നും പെടുത്തണ്ട. നിർമ്മാല്യം സിനിമ കണ്ടില്ലെങ്കിൽ ഞാൻ കണ്ടില്ല. അതിലിങ്ങനെയാണ് അവസാനം പോയി ചേച്ചി അവസാനം അല്ല ജീവിക്കാനൊരു വഴിയില്ലാത്ത സമയത്ത് നമ്മുടെ സ്വാർത്ഥം മോഹനം, എന്റെ സുഖമായാലും എന്റെ ദുഃഖമായാലും ഇതൊക്കെ ഭഗവാനാണ്. ഭഗവാൻ ഇല്ലാത്തൊക്കെ അർച്ചനാണ്, അങ്ങേപ്പുറമാണ്. നമ്മുടെ എല്ലാ വിഷയവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൂടി തന്നെയാണ് സംഭവിക്കുന്നത്. അല്ല, നമ്മുടെ കർമ്മഫലം, നാം എന്താണോ കർമ്മം ചെയ്തത് ആ കർമ്മത്തിന്റെ ഫലമാണ്. സുഖമാവാം ദുഃഖം. എന്തിനാണ് സുഖം ചോദിച്ചാൽ ഒന്നിനും സുഖമില്ല. ഈ ഭഗവാനിലേക്ക് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ. മനുഷ്യന്റെ ധനം കിട്ടിയാൽ സുഖം ഉണ്ടാവില്ല. ഇല്ല, പുത്രന്മാരുണ്ട് യോഗ്യന്മാരാന്ന് പറഞ്ഞിട്ട് സുഖം ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇന്ന് വരുന്ന തലമുറക്ക് എന്താണ് ഒരു സന്ദേശം? നല്ല നിങ്ങൾ ഇത്രയും ഒരു പ്രായമുള്ള തലമുറക്കുള്ള സന്ദേശം ഒന്ന് ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ല, നമ്മുടെ തലമുറ നമ്മുടെ മാതൃ